മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ തീർത്ഥയാത്ര ചെയ്യുന്ന യുധിഷ്ഠിരനും അനുജന്മാരും കൂടെ പത്നിയും അവർക്ക് വഴി കാണിച്ചുകൊണ്ട് നമ്മുടെ മഹർഷി ലോമശൻ നിരവധി തീർത്ഥങ്ങളുടെ പുണ്യകഥകളും പുണ്യാത്മാക്കളായ ഋഷിമാരുടെയും രാജർഷിമാരുടെയും കഥകളും പറയുന്നു. ഭൃഗുതുംഗ പർവ്വതവും വിതസ്ത നദിയും കടന്ന് അവർ ഉശീന്നര രാജാവായ ഉശീന്നര വംശത്തിലുള്ള രാജാവ് ശിബിയുടെ കൊട്ടാരം നിലനിന്നിരുന്ന സ്ഥലത്ത് എത്തുകയാണ്. ഋഷി പറഞ്ഞു, രാജാവേ, ഇതാണ് ഉശീന്നര രാജാവ് സ്വന്തം ജീവൻ ഒരു പ്രാവിന് വേണ്ടി ബലി കഴിച്ച സമർപ്പണം ചെയ്ത അതിശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലം. ഈ കഥ വളരെ പ്രസിദ്ധമാണ്. നമ്മുടെ ചെറിയ ക്ലാസ്സിലൊക്കെ പാഠപുസ്തകങ്ങളിൽ ശിബിയുടെ കഥ ചിത്രസഹിതം ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പഠിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ പാഠ്യപുസ്തകങ്ങളിൽ നിന്നും ശിബിയും രന്തിദേവനും അതുപോലെ ത്യാഗികളായ നിരവധി നമ്മുടെ രാജർഷിമാരും ബ്രഹ്മർഷിമാരും ഒക്കെ തന്നെ പാഠപുസ്തകങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് ഉറക്കെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മഹാഭാരതവും രാമായണവും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ സ്ഥലം കണ്ടെത്തുന്നില്ല. മറിച്ച് മഹാഭാരതത്തിൻ്റെ വിമർശനങ്ങൾ, നിരൂപണങ്ങൾ, അത് ഭാരത പര്യടനം പോലെയുള്ള ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ അതിലും കൂടുതലായിട്ട് മഹാഭാരതത്തെയും മറ്റും വിമർശിക്കുന്നതായ ലേഖനങ്ങളും കവിതകളും പാഠപുസ്തകങ്ങളിൽ സ്ഥാനം കണ്ടെത്തുന്നു എന്നുള്ളത് നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ആമുഖമായി പറയട്ടെ. നമുക്ക് ശിബി മഹാരാജാവിൻ്റെ കഥയിലേക്ക് വരാം. ശിബി മഹാരാജാവ് തൻ്റെ കൊട്ടാരത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു കപോതം എന്ന് വെച്ചാൽ പ്രാവ് അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് ഓടി വന്ന് കയറി ഒരു ശേനം എന്ന് വെച്ചാൽ പരുന്തിനെ ഭയന്നിട്ടാണ് ഈ കൊച്ചുപക്ഷി അദ്ദേഹത്തിൻ്റെ മടിയിൽ വസ്ത്രങ്ങൾക്കിടയിൽ ഒളിച്ച് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അഭയം തേടുകയാണ്. അപ്പോൾ അദ്ദേഹം ആ പ്രാവിന് അഭയം കൊടുത്തുകൊണ്ട് അതിനെ സംരക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ പരുന്ത് ശേനൻ വന്നിട്ട് പറയുകയാണ്, അല്ലേ രാജാവേ, അങ്ങ് ധർമ്മിഷ്ഠൻ എന്ന് പേര് കേട്ട ആളാണ്. പക്ഷെ അങ്ങ് ഇപ്പോൾ ചെയ്യുന്നത് അധർമ്മമാണ്. കാരണം വിശക്കുന്നവൻ്റെ അവകാശമാണ് ആഹാരം. ആ വിശക്കുന്നവൻ്റെ ഭക്ഷണം തടഞ്ഞു വെക്കുക എന്ന് പറയുന്നത് ധർമ്മമല്ല. അങ്ങ് ഏതെങ്കിലും തരത്തിൽ ഇത് ധർമ്മമാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ഇത് ധർമ്മലോഭം എന്നാണ് ഇതിനെ പറയേണ്ടത്. അതുകൊണ്ട് അവനെ അങ്ങ് വിട്ടുതരൂ എന്ന് പറഞ്ഞു. രാജാവും ഈ ശേനനും ഈ പരുന്തും തമ്മിൽ നടന്ന ധർമ്മസംവാദമാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ ധർമ്മസംവാദത്തിലൂടെ ധർമ്മത്തിൻ്റെ സൂക്ഷ്മ തലങ്ങൾ അവർ ചർച്ച ചെയ്യുന്നു. വേദവ്യാസനെക്കുറിച്ച് അല്ലെങ്കിൽ മഹാഭാരതത്തെക്കുറിച്ച് ഞാൻ ഈ പ്രഭാഷണ പരമ്പരയുടെ പ്രാരംഭത്തിൽ പറഞ്ഞിരുന്നു. ഈ സദ്ഗ്രന്ഥത്തിൽ എല്ലാവിധ ജീവജാലങ്ങളും ജീവനില്ലാത്ത വസ്തുക്കളും കഥാപാത്രങ്ങളാണ്. വൃക്ഷങ്ങളും പർവ്വതങ്ങളും നദികളും അതുപോലെ പക്ഷികളും മൃഗങ്ങളും മനുഷ്യരോടൊപ്പം തന്നെ, അതുപോലെ മനുഷ്യരെക്കാൾ ഉയർന്നു നിൽക്കുന്ന ദേവന്മാരും ഗന്ധർവന്മാരും രാക്ഷസന്മാരും അസുരന്മാരും ഒക്കെ തന്നെ ഇതിൽ കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഇതിൽ ഒരു ജീവസമൂഹം അല്ലെങ്കിൽ ഒരു പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളും ഈ മഹാഭാരത ഗ്രന്ഥത്തിലെ കഥാപാത്രങ്ങളായിട്ട് പരസ്പരം ധർമ്മസംവാദം ചെയ്യുന്നതായ കാര്യം ഞാൻ മുമ്പേ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ പരുന്തും രാജാവും തമ്മിലാണ് ധർമ്മസംവാദം. എന്താണ് രാജാവ് മറുപടി പറഞ്ഞത്? സന്ത്രസ്തരൂപസ്ത്രാണാർത്ഥി ത്വത്തോ ഭീതോ മഹാദ്വിജ മത്സകാശമനുപ്രാപ്ത പ്രാണഗൃധ്നുരയം ദ്വിജ ഏവമഭ്യാഗതസ്യേഹ കപോദസ്യാഭയാർത്ഥിന അപ്രധാനേ പരം ധർമ്മം കഥം ശേന അപശ്യസി. അല്ലയോ ശേന, ഇവൻ സന്ത്രസ്തനാണ്, ഭയന്ന് വിറച്ചിട്ട് എന്നെ വന്ന് ശരണം പ്രാപിച്ചിരിക്കുകയാണ്. നിന്നിൽ നിന്നാണ് അവൻ്റെ ഭയം ഉണ്ടായിരിക്കുന്നത്. അല്ലയോ മഹാദ്വിജ, പക്ഷിക്ക് ദ്വിജൻ എന്നൊരു പേരുണ്ട്. കാരണം 2 ജന്മങ്ങൾ എടുക്കുന്നവനാണ് ദ്വിജൻ. പക്ഷിക്ക് ആ മുട്ട ഇതിന്ന് വിരിയുന്നതിന് മുമ്പുള്ള ഒരു ജന്മം, വിരിഞ്ഞതിന് ശേഷമുള്ള ഒരു ജന്മം. അതുകൊണ്ട് പക്ഷികളെയും ദ്വിജങ്ങൾ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് മഹാദ്വിജ എന്ന് വിളിച്ചുകൊണ്ട് ഇവൻ എൻ്റെ അടുത്ത് പ്രാരക്ഷയ്ക്ക് വേണ്ടി ഓടി വന്നിരിക്കുന്ന ഇവനെ ഞാൻ എങ്ങനെയാണ് ഇവന് പ്രാണദാനം നൽകാതിരിക്കുക? അതെങ്ങനെയാണ് അധർമ്മമാകുന്നത്? പേടിച്ച് വിറച്ച് വന്നവനാണ്. യൂഹിരശ്ചേദ്വിജാൻ ഹന്യാത് ഗാംവാലോകസ്യ മാതരം ശരണാഗതം ച ത്യജതേ തുല്യം തേഷാം ച പാതകം. ധർമ്മശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന എന്താണ്? ബ്രാഹ്മണരെ രക്ഷിക്കാതിരിക്കുക, പശുക്കളെ രക്ഷിക്കാതിരിക്കുക, തന്നെ ശരണം പ്രാപിച്ചവരെ രക്ഷിക്കാതിരിക്കുക,
ഇതൊക്കെ തന്നെ സമാനമായിരിക്കുന്ന പാതകമായിട്ടാണ് നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങ് ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. അപ്പൊ ശേനൻ പറഞ്ഞു, രാജാവേ, ആഹാരം കൊണ്ടാണ് സർവ്വജീവികളും ജീവിക്കുന്നത്, വളരുന്നത്. ആഹാരം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ധനമില്ലാതെ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം. പക്ഷേ ഭോജനമില്ലാതെ എത്ര കാലം ജീവിക്കാൻ സാധിക്കും? അതുകൊണ്ട് ഭക്ഷണമില്ലാതെ ഞാൻ പ്രാണനുപേക്ഷിക്കും. അങ്ങനെ പട്ടിണി കിടന്ന് മരിച്ചാൽ എനിക്ക് സദ്ഗതി കിട്ടും. പക്ഷേ വിശക്കുന്നവന്റെ ഭക്ഷണത്തെ തടഞ്ഞു വെച്ച അങ്ങയ്ക്ക് സദ്ഗതി കിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങയുടെ പുത്രധാരങ്ങൾ, അങ്ങയുടെ ഭാര്യയും മക്കളും പോലും അതുമൂലം നശിക്കാനിടയാകും. അതും ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങ് ഒരു കപോതത്തെ രക്ഷിക്കാൻ, ഒരു പ്രാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തെ മുഴുവൻ അങ്ങ് ബലി കൊടുക്കുകയാണ്, മരണത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ അങ്ങ് നശിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ ആശ്രിതരായിട്ടുള്ള ഈ പ്രജകൾ മുഴുവനും, അങ്ങയെ ആശ്രയിച്ച് കഴിയുന്നവരൊക്കെ ഒക്കെ നാശമുണ്ടാകും. അപ്പോൾ ഒരു ചെറിയ പ്രാവിന് വേണ്ടിയിട്ട് ഉപേക്ഷിക്കേണ്ടതാണോ രാഷ്ട്രവും ഒരു രാഷ്ട്രത്തിലുള്ള പ്രജകളും തൻ്റെ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ? അപ്പോൾ ധർമ്മത്തെ അനുഷ്ഠിക്കുന്ന സമയത്ത് അതിൽ ചില ഗുരുലാഘവങ്ങൾ നോക്കേണ്ടതുണ്ട്, ചെറുതും വലുതും എന്ന ഒരു കാര്യം നോക്കേണ്ടതുണ്ട് എന്നാണ് പരുന്ത് പറഞ്ഞു കൊടുക്കുന്നത്. ധർമ്മം യോ ബാധത്തെ ധർമ്മോ നസധർമ്മ കുധർമ്മതൽ അവിരോധാത്വയോ ധർമ്മ സധർമ്മ സത്യവിക്രമാൻ വിരോധിഷു മഹീപാല നിശ്ചിത്യ ഗുരുലാഘവം നബാധാ വിദ്യത്തെ യത്ര തം ധർമ്മം സമുപാചരേത് ഗുരുലാഘവമാദായ ധർമാധർമ്മ വിനിശ്ചയേ യതോ ഭൂയാം തതോ രാജൻ കുരുഷ്വ ധർമ്മനിശ്ചയം. ഇത്ര മനോഹരമായിട്ടാണ് ധർമ്മശാസ്ത്രങ്ങളെ പറയുന്നത്. ഈ പക്ഷിയെ കൊണ്ട് വ്യാസനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അവർ തമ്മിൽ ധർമ്മസംവാദത്തിൽ നമ്മളെപ്പോലുള്ളവർക്ക് ധർമ്മബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമുക്കും ഇത്തരം ധർമ്മസങ്കടങ്ങൾ വരും. ചെറുതിനു വേണ്ടി വലുതിനെ ഉപേക്ഷിക്കണോ, വലുതിനു വേണ്ടി ചെറുതിനെ ഉപേക്ഷിക്കണോ? നമ്മൾ ഒരു വിഭാഗത്തിന് വേണ്ടി നന്മ ചെയ്യുമ്പോൾ അത് മറ്റൊരു വിഭാഗത്തിന് തിന്മയായിട്ട് ഭവിക്കുന്നുണ്ടെങ്കിൽ, ദോഷമായിട്ട് ഭവിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ അനുഷ്ഠിക്കും? അപ്പോൾ ധർമ്മത്തെ എങ്ങനെയാണ് കൃത്യമായിട്ട് അനുഷ്ഠിക്കുക? ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ധർമാചരണം ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഈ ധർമ്മസങ്കടം വന്നു ചേരും. ഈ ധർമ്മസങ്കടം വരുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് പരുന്ത് പറഞ്ഞു കൊടുക്കുന്നത്. ധർമ്മം യോ ബാധതേ ധർമ്മ യോ ധർമ്മ ധർമ്മം ബാധതേ. ഏതു ധർമ്മമാണോ മറ്റൊരു ധർമ്മത്തെ ബാധിക്കുന്നത്, തടസ്സപ്പെടുത്തുന്നത്, അത് ധർമ്മമല്ല, അത് കുധർമ്മമാണ്. അപ്പൊ അങ്ങനെ അനുഷ്ഠിക്കുന്ന പ്രാണിരക്ഷ അല്ലെങ്കിൽ പ്രാണരക്ഷ അല്ലെങ്കിൽ ആശ്രിതന് അഭയം എന്ന് പറയുന്ന ധർമ്മം മറ്റൊരാളുടെ ജീവനെടുക്കുന്നതാണ്, മറ്റനേകം പേർക്ക് ദോഷമുണ്ടാക്കുന്നതാണ്, സ്വയം ദോഷമുണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് അനുഷ്ഠിക്കരുത്. അവിരോധമുള്ളത് ഒരു ധർമ്മം മറ്റൊരു ധർമ്മത്തിന് വിരുദ്ധമാകാതിരിക്കുമ്പോൾ മാത്രമേ അത് അനുഷ്ഠിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അല്ലയോ സത്യവിക്രമനായ രാജാവേ, അങ്ങ് സത്യവിക്രമനാണ്, അങ്ങ് ഇത് മനസ്സിലാക്കൂ. അതുകൊണ്ട് പരസ്പര വിരോധമില്ലാത്ത ആചരണത്തെ മാത്രമേ ധർമ്മമായിട്ട് സ്വീകരിക്കാൻ പാടുള്ളൂ. ഒന്ന് മറ്റൊന്നിന് ബാധകമാകരുത്, തടസ്സമാകരുത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഏതിനെയാണ് സ്വീകരിക്കേണ്ടത്? ഗുരുലാഘവമാതായ. ധർമ്മവും അധർമ്മവും നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഗുരുലാഘവം, ഒന്ന് ചെറുത് ഒന്ന് വലുത്. ഒരു സമൂഹത്തിന് വേണ്ടി ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ ബലി കൊടുക്കാം. ഒരു രാഷ്ട്രത്തിന് വേണ്ടി ഒരു സമൂഹത്തെ ബലി കൊടുക്കാം. ഒരു വലിയ പ്രദേശത്തിന് വേണ്ടി ഒരു ചെറിയ പ്രദേശത്തെ വേണമെങ്കിൽ നശിപ്പിക്കാം. ഒരു കുടുംബത്തിന് വേണ്ടി ഒരു വ്യക്തിയെ ഉപേക്ഷിക്കാം. ഇങ്ങനെയൊക്കെ ത്യജേദേകം കുലസ്യാർത്ഥേ ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേത് ഗ്രാമം ജനപദസ്യാർത്ഥേ എന്നൊക്കെയുള്ള മഹാഭാരതത്തിൽ മറ്റിടങ്ങൾ പറഞ്ഞിരിക്കുന്ന തത്വമാണ് ഇവിടെ പരുന്ത് ശേനൻ രാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഗുരുലാഘവൻ നോക്കി വലുതിനു വേണ്ടി ചെറുതിനെ ഉപേക്ഷിക്കുകയല്ലേ ധർമ്മം എന്നാണ് ശേനൻ ചോദിക്കുന്നത്. അപ്പൊ രാജാവ് പറയുകയാണ്, അല്ലയോ വിഹഗോത്തമ, അല്ലെ ഉത്തമ പക്ഷിയായിരിക്കുന്നവനെ, ബഹുകല്യാണ സംയുക്തം ഭാഷസേ വിഹഗോത്തമ സുവർണ പക്ഷിരാട്കിം ത്വം ധർമ്മജ്ഞശ്ചാസ്യ സംശയം. അങ്ങ് ഇത്ര വലിയ ബഹുകല്യാണം, അനേകം ആളുകളുടെ മംഗളകരമായ കാര്യം പറയുന്ന അല്ലയോ പക്ഷിശ്രേഷ്ഠ, അങ്ങ് വാസ്തവത്തിൽ സുവർണൻ, അതായത് ഗരുഡൻ എന്ന് പറയുന്ന മഹാജ്ഞാനിയായ വിഷ്ണുവാഹനമായ ഗരുഡൻ തന്നെയാണോ? അങ്ങ് ധർമ്മജ്ഞനാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. പക്ഷേ അങ്ങക്ക് ധർമ്മത്തിന് സൂക്ഷ്മത അറിയായക ആവില്ല. എങ്കിലും ഞാൻ അങ്ങയോട് പറയാം, ഓർമ്മിപ്പിക്കാം. ശരണീഷ്യ പരിത്യാഗം കഥം സാധ്യതമന്യതേ. തന്നെ ശരണം പ്രാപിച്ച ആളിനെ ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണ് സാധുവാകുന്നത്, എങ്ങനെയാണ് ശരിയായ അനുഷ്ഠാനമാകുന്നത്? എന്തുകൊണ്ടെന്നാൽ ശക്യശ്ചാപ്യന്യഥാകർത്തും ആഹാരോപ്യധികസ്തഥാ
ഗോവൃഷോ വാ വരാഹോ വാ മൃഗോ വാ മഹിഷോപി വാ. അങ്ങക്ക് ഈ പ്രാവിനെ തന്നെ തിന്നണമെന്ന് നിയമമില്ല. അങ്ങക്ക് വേണമെങ്കിൽ മറ്റ് ഇതിനേക്കാൾ വലിയ ആഹാരം കിട്ടും. എന്തൊക്കെയാണ്? കാളകളെ കഴിക്കാം, പന്നിയെ കിട്ടും, മാനിനെ കിട്ടും, പോത്തിനെ കിട്ടും. ചത്തുകിടക്കുന്ന ഈ മൃഗങ്ങളെയൊക്കെ കഴിച്ചാൽ ഒരു ദിവസമല്ല അനേകം ദിവസം കഴിക്കാനുള്ള ഭക്ഷണം അങ്ങക്ക് സുലഭമായിട്ട് കിട്ടുമല്ലോ. പിന്നെ എന്തിനാണ് ഈ കുഞ്ഞു പ്രാവിനെ അങ്ങ് കഴിക്കുന്നത്? അപ്പോൾ ശേനൻ പറഞ്ഞു, പരുന്ത് പറഞ്ഞു, ഞാൻ പന്നി, മൃഗം, മാൻ, കാള എന്നിവയൊന്നും തിന്നാൻ പോകുന്നില്ല. അതെന്റെ തീരുമാനമാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ്. ഭക്ഷണത്തിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് ഇന്ന ഭക്ഷണം കഴിക്കണമെന്ന് അത് ഈശ്വര നിശ്ചയമാണ്. ദേവവിഹിതമായിട്ട് എനിക്ക് ഈ പ്രാവിനെയാണ് കിട്ടിയിരിക്കുന്നത്, അതിനെ തന്നെ എനിക്ക് തിന്നണമെന്ന് ഞാൻ ചിന്തിച്ചാൽ അതിന് തടസ്സപ്പെടുത്താൻ അങ്ങക്ക് അധികാരമില്ല. ഇത് ഈശ്വരഹിതമായിട്ട് എനിക്ക് കിട്ടിയതാണ്. കാരണം എന്താണ്? ലോകതത്വം എന്താണ്? ശേനക്കപോതാനത്തീതി സ്ഥിതിരേഷാ സനാതനീ മഹാരാജൻ സാരമജ്ഞാത്വ കദളീ സ്കന്ധമാശ്രയ. മനോഹരമായിട്ടാണ് ആ പരുന്ത് പറയുന്നത്. അല്ലയോ രാജാവേ, ശേനൻ കപോതത്തെ തിന്നും എന്നുള്ളത് സനാതനമായ ഒരു ലോകസ്ഥിതിയാണ്. പ്രാവിനെ പരുന്ത് തിന്നും. ഇന്ന മൃഗത്തിന് ഇന്ന് ജീവിക്കുക, ഇന്ന ജീവി ആഹാരം എന്ന് ലോക നിയമമുണ്ട്. അത് സനാതനമായ നിയമമാണ്, ആർക്കും മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിന്റെ സാരം അറിയാതെ അങ്ങെന്ത് ചെയ്യുന്നു? കദളീ സ്തംഭം ആശ്രയ. അങ്ങ് ഒരു വാഴയ്ക്കാണ് ചാരി നിൽക്കുന്നത് എന്നാണ്. വളരെ തമാശയായിട്ടാണ് പറയുന്നത്. എന്താണ്? ഒരു ഉറപ്പുള്ള വൃക്ഷത്തെ ചാരി നിന്നാൽ വീഴില്ല, പക്ഷെ വാഴ ഉറപ്പില്ലാത്ത ഒരു വൃക്ഷമാണ്, അല്ലെ? അങ്ങനെയുള്ള മൃദുവായിട്ടിരിക്കുന്ന ദുർബലമായിരിക്കുന്ന വൃക്ഷത്തെ ചാരി നിന്നാൽ അയാൾ മറിഞ്ഞു കിട്ടി വീഴുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങ് ധർമ്മമെന്ന് കരുതിയിട്ട് ചാരി നിൽക്കുന്നത് ദുർബലമായ ഒരു ആചരണത്തെയാണ്. അത് അധർമ്മവുമാണ്, ധർമ്മലോഭവുമാണ്. അതുകൊണ്ട് ഈ ധർമ്മമെന്ന് കരുതിയിട്ട് അധർമ്മത്തെ ചാരി നിന്നാൽ അങ്ങക്ക് ദോഷമുണ്ടാകും. നല്ല ഉറപ്പുള്ള വൃക്ഷമെന്ന് കരുതിയിട്ട് വാഴക്ക് ചാരി നിന്നാൽ മറിഞ്ഞു കിട്ടി വീഴുന്നത് പോലെ അങ്ങ് അപകടത്തിലാകും. അതുകൊണ്ട് മഹാരാജൻ കദളീ സ്തംഭമാശ്രയ, വാഴയിൽ ചാരി നിൽക്കരുത് എന്ന വളരെ ഒരു ലോകതത്വം, മനോഹരമായ ലോകതത്വം പറഞ്ഞ് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു ശേനൻ. അപ്പൊ ശിബി പറയുന്നു, രാഷ്ട്രം ഹി ശിബിനാമൃദ്ധം രാഷ്ട്രം ശിവീനാം വൃദ്ധം ച ദദാനി തവ ഖേചര യുംവാ കാമയസേ കാമം ശേന സർവം ദദാനിതേ. ഈ ശിബി രാജാക്കന്മാർ, ശിബി കുലത്തിൽ ജനിച്ച രാജാക്കന്മാരാൽ വളർത്തപ്പെട്ട സമർത്ഥമാക്കപ്പെട്ട ഈ രാഷ്ട്രം തന്നെ ഞാൻ അങ്ങക്ക് സമർപ്പിക്കാം. അല്ലയോ ശേന പ്രമുഖ, അല്ലയോ പക്ഷിരാജാവേ, അല്ലയോ പക്ഷിശ്രേഷ്ഠ, അങ്ങ് അല്ലെങ്കിൽ മറ്റെന്താണ് കാമിക്കുന്നത് അതും ഞാൻ സർവം തരാൻ തയ്യാറാണ്. പക്ഷേ എന്നെ അഭയം പ്രാപിച്ച ഈ പക്ഷി കുഞ്ഞിനെ, ഈ പ്രാവിനെ ഞാൻ തരികയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വിനേമം പക്ഷിണാം ശേന ശരണാർത്ഥിനമാഗതം. ഞാൻ ഇതിനെ ഉപേക്ഷിക്കുകയില്ല, ശരണാർത്ഥിയെ. അപ്പൊ ശേനൻ പറഞ്ഞു, അല്ലെ ഉഷീന്നര, എങ്കിൽ ഈ കപോതത്തോട്, ഈ പ്രാവിനോട് അങ്ങനെ അത്രയധികം സ്നേഹമുണ്ടെങ്കിൽ ഈ കപോതത്തിന് തുല്യമായ അളവിൽ തൂക്കത്തിൽ അങ്ങയുടെ മാംസം എനിക്ക് മുറിച്ചെടുത്ത് തരൂ. അതുകൊണ്ട് ഞാൻ തൃപ്തനായിക്കൊള്ളാം എന്ന് പറഞ്ഞു. രാജാവ് വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്, അനുഗ്രഹമിമം മന്യേശേന എന്മാഭിയാചസേ തസ്മാത്തേദ്യ പ്രദാസ്യാമി സ്വമാംസം ത്വലയാധൃതം. അവിടെയാണ് ആ ശിബി മഹാരാജാവിന്റെ ആ ത്യാഗബുദ്ധി, ശ്രേഷ്ഠമായ ധർമ്മബോധം, അല്ലെങ്കിൽ ആ ത്യാഗബുദ്ധി എന്ന് പറയാം. തൻ്റെ വാക്കിന് വേണ്ടി, തൻ്റെ ധർമ്മത്തിന് വേണ്ടിയിട്ട് തൻ്റെ മാംസം മുറിച്ചെടുത്ത് തരാമെന്നാണ് പറയുന്നത്. ഇതെനിക്ക് അനുഗ്രഹമാണ്. അങ്ങിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായല്ലോ, ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായി. അത് ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കുന്നു. ഞാനിതാ ഒരു ജീവിക്ക് വേണ്ടി എൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അതാണ് സനാതനധർമ്മം. അനുഗ്രഹമിമം മന്യേ, ഞാനിതാ ഈ പ്രാവിന് തുല്യമായിരിക്കുന്ന മാംസം, സ്വന്തം മാംസം എടുത്ത് ഇതാ ത്രാസിൽ വെച്ചുകൊണ്ട്, തുലാസിൽ വെച്ചുകൊണ്ട് തരികയാണ് എന്ന് പറഞ്ഞു. പരമധാർമ്മികനായ രാജാവ് പ്രാവിനെ ത്രാസിന്റെ ഒരു തട്ടിൽ വെച്ചു, മറ്റൊരു തട്ടിൽ തൻ്റെ ശരീരത്തിൽ നിന്നും മാംസം വാളുകൊണ്ട് മുറിച്ചെടുത്തിട്ട് അതിൽ വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പക്ഷിയുടെ ആ പ്രാവിന്റെ ഭാഗം താഴ്ന്നു കിടന്നു, തുല്യമായില്ല. വീണ്ടും വേറെ മാംസം എടുത്തു, വീണ്ടും ശരീരത്തിന്റെ പല ഭാഗത്തു നിന്നായിട്ട് മാംസം അറുത്തെടുത്ത് വെച്ചിട്ടും ഇതിന് പ്രാവിന് തുല്യമായ ഭാരം വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ ത്രാസിൽ രാജാവ് തന്നെ കയറിയിരിക്കുകയാണ്. രാജാവ് തന്നെ ത്രാസ് കയറി ഇരുന്നപ്പോൾ എന്താണ് അർത്ഥം? ഞാൻ എൻ്റെ ജീവൻ തന്നെ എന്നെ തന്നെ ഞാനിതാ ഈ പ്രാവിന് പകരമായിട്ട് തന്നിരിക്കുന്നു. പ്രാവും പരുന്തും പകച്ചു നിൽക്കെ സ്വയം പ്രാണൻ ത്യജിക്കുവാൻ സന്നദ്ധചിത്തനായി നീതിത്തുരാസിന് ഒരു തട്ടിൽ രക്തവും മാംസവും നൽകിയ ശിവചക്രവർത്തിയെക്കുറിച്ച് വയലാർ ഒരു ഗാനത്തിൽ പാടിയിട്ടുണ്ട്, പലരും പഴയൊരു ഗാനത്തിൽ. അവിടെ ആ ശേനൻ, ആ പരുന്ത് പറയുകയാണ്, ഇന്ദ്രോഹമസ്മി ധർമ്മജ്ഞ കപോതോ ഹവ്യവാടയം ജിജ്ഞാസമാനോ ധർമ്മം ത്വാം യജ്ഞപാഠമുപാഗതോ. അല്ലയോ ധർമ്മജ്ഞ, ഇന്ദ്രോഹം, ഞാൻ ഇന്ദ്രനാകുന്നു. ഈ പ്രാവ്, ഈ കപോതനാരാണ്? ഹവ്യവാട് ആയിരിക്കുന്ന സാക്ഷാൽ അഗ്നിയാണ്.
ഞങ്ങൾ അങ്ങയുടെ ധർമ്മത്തെക്കുറിച്ച് ജിജ്ഞാസ കൊണ്ട് അങ്ങയുടെ ധർമ്മത്തെ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തോടു കൂടിയിട്ട് അങ്ങയുടെ യജ്ഞപാഠത്തിൽ വന്നിരിക്കുകയായിരുന്നു. അങ്ങ് എത്രമാത്രം മാംസം അറുത്തെടുത്ത് വെച്ചുവോ അത്രയും അധികം അങ്ങക്ക് കീർത്തി ലോകത്തിൽ വർദ്ധിക്കും. അങ്ങയുടെ കഥ ആളുകൾ ശാശ്വതമായ കാലത്ത് എല്ലാ കാലത്തും അങ്ങയുടെ കീർത്തി ഈ ലോകത്തിൽ വ്യാപിച്ചിരിക്കും എന്ന് പറഞ്ഞ് ആ രാജാവിനെ അനുഗ്രഹിച്ചുകൊണ്ട് ഇന്ദ്രനും അഗ്നിയും പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള നിരവധി മഹാത്മാക്കൾ ജനിച്ച് ജീവിച്ച് ധർമ്മത്തിന് വേണ്ടി സ്വന്തം ജീവൻ ഹോമിച്ച പുണ്യദേശമാണ് നമ്മുടെ ഭാരതം. അതിൽ നമുക്ക് അഭിമാനം കൊള്ളാം. പക്ഷെ എന്ന് വെച്ച് ഈ ദേഹത്യാഗം എന്ന് പറയുന്നത് ഒരു ദൗർബല്യമായി മാറരുത്. അന്യദേശത്ത് നിന്ന് വന്ന് ആക്രമികളായിട്ട് വന്ന് നമ്മുടെ സനാതന സംസ്കാരത്തെയും നമ്മുടെ മാനബിന്ദുക്കളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ മുന്നിൽ സ്വന്തം നാടിന്റെ അഭിമാനവും സ്വന്തം നാടിനെയും പണയം വെക്കാൻ ദാനമായിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇന്ന് വിട്ടുവീഴ്ച ചെയ്യാനോ തയ്യാറാകാൻ പാടില്ല എന്നുള്ളത്. കാരണം അത് ധർമ്മക്ഷയം ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഈ ദാനധർമ്മം, നമ്മുടെ ഈ ധർമ്മബോധം, ശരണാഗതന്മാരെ രക്ഷിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ദൗർബല്യമായി മാറരുത്. അതിർത്തി കടന്നു വരുന്ന രാജ്യദ്രോഹികൾക്കും ഭീകരന്മാർക്കും വളം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശിബിയെയും രന്തിദേവനെയും നമ്മൾ മാതൃകയായിട്ട് കാണരുത്. മറിച്ച് മറ്റ് സഹജീവികളോടുള്ള സ്നേഹം, പ്രകൃതിയോടുള്ള നമ്മുടെ ത്യാഗബുദ്ധി കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഈ ശിബിയുടെ ചരിത്രം നമ്മൾ എടുക്കാൻ പാടുള്ളൂ എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ശിബിയുടെ പഴയൊരു കൊട്ടാരമാണിത് അവിടെ കാണുന്നത്. ഇവിടെ എന്നോടൊപ്പം സന്ദർശിക്കൂ എന്ന് പറഞ്ഞു ലോമശൻ. ധർമ്മപുത്രർ അവിടെ സന്ദർശിച്ചു. ദേവതാ ദർശനം കിട്ടുന്നതായ പുണ്യഭൂമിയാണ് ഇത്, ഈ ശിബിയുടെ ദേശം എന്ന് പറഞ്ഞു. ഇനിയും എത്രയോ കഥകൾ ഇതുമാതിരി ഈ തീർത്ഥയാത്രയിൽ ധർമ്മപുത്രർ കേൾക്കുന്നു. ഏതൊക്കെയാണ് കഥകൾ, ഏതൊക്കെ മഹാത്മാക്കളുടെ കഥകളാണ് എന്ന് ശ്രദ്ധയോടെ എല്ലാവരും കേൾക്കുക, ഇത് പ്രചരിപ്പിക്കുക.